മോനെ? ഇപ്പൊ വന്നേ ഉള്ളൂ അമ്മേ. ട്രെയിൻ ലേറ്റ് ആയി പോയി. നിനക്ക് ബർത്തൊന്നും കിട്ടിയില്ലേ മോനെ? ഷർട്ടൊക്കെ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നല്ലോ. വലിയ തിരക്കായിരുന്നു അമ്മേ. ജാനു, ജാനു, എന്താ പറ്റുന്നേ? ശരി, മോൻ വേഗം പോയി കുളിച്ച് ശുദ്ധമാവും. അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ശരി അമ്മ. നീ എന്താ ജാനു മിടിച്ചു നിൽക്കുന്നത്? ചന്ദ്ര വന്നത് കണ്ടില്ലേ? ദേ അവന് കുളിക്കാൻ ചൂടുവെള്ളം വെക്കണം. പശുവിനെ വേഗം പോയി കറക്ക്. ദോശ ഒടുക്കം ചുട്ടാ മതി. ചൂടില്ലെങ്കിൽ അവനൊന്നും കഴിക്കില്ല. ആ, ഒക്കെ ശുദ്ധമായിരിക്കണം കേട്ടോ. ശരി കൊച്ചു. എടാ കൃഷ്ണ, പട്ടാളം വരുന്നത് ഇതാ കൊണ്ടുപോയി കൊടുക്കും. ഇത് പോക്കാട പത്തു. അതെ, ശവപ്പെട്ടി ഒന്ന് ചെലവാ. ആർക്കാരാ ശവപ്പെട്ടി? നിന്റെ വെച്ച അപ്പനോ അമ്മയ്ക്കോ? ചെറ്റകള് പട്ടാളം മാസത്തിന് ചിട്ട പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടാശനെ അടി നടക്കും വിചാരിച്ച അടിയിലായിരുന്നു. എന്താടി നിന്റെയൊക്കെ സ്വന്തം വഴിയാണ് ഈ റോഡ്? ഞങ്ങൾക്കതിൽ നടന്നു പോകണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഈ ലോറിക്കാരുടെ പതിവായത്. മിണ്ടി പോകരുത്. വാഹനങ്ങൾ കൂടി പോകാനാണ് ഈ റോഡ്. ഞാൻ ഈ രാജ്യത്തെ തൊഴിലാളിയാണ്. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്കൊക്കെ തിന്ന് പൊളയ്ക്കാനൊക്കൂ. ഇവിടെമാരെയൊക്കെ പിടിച്ച് പട്ടാളത്തിൽ ചേർത്ത് കൊടുക്കുന്ന ആചാരെ ചിട്ട പഠിപ്പിക്കാൻ അത് കോളേജ് കുമാരികൾ നടക്കുന്നു. എന്ത് പറ്റിയുടെ രാഘവ? അങ്ങനെ പറഞ്ഞു. ബ്ലേഡ് തോമ ജയിലിൽ നിന്ന് വന്ന്. അതാ എപ്പോ? ഇപ്പോ വന്നത്. സ്റ്റാൻഡിൽ ഭയങ്കര ബഹളാണ്. അയാൾക്ക് പട്ടണം ചുറ്റാൻ റിക്ഷ വേണമെന്ന്. റഹ്മാനായ തമ്പുരാനെ, ഓനെ കേറ്റാലും തല്ല്, കേറ്റില്ലേലും തല്ല്, അല്ലെങ്കിൽ കടം. നമുക്ക് സ്റ്റാൻഡ് മാറ്റിയാല. ഇനി ഈ കവലയുടെ കാര്യം പോക്കാം. അല്ല, 6 മാസത്തേക്ക് പൊറുതിയായിരുന്നു. നമ്മൾ സ്റ്റേഷൻ കവലിക്ക് പുക. എടാ കുഞ്ഞുമോനെ, എടാ കുഞ്ഞുമോനെ, ആ നീ കിടന്ന് ഉറങ്ങിക്കോ. എടാ ബ്ലേഡ് തോമ വന്നിട്ടുണ്ട്. ചായ. ഇന്നാണോ വന്നത്? അല്ലടോ, 42 വർഷമായി. പിന്നെ എന്ത് വേണം തനിക്ക്? ജയിലിലേക്ക് പോകുമ്പോ 40 ചില്ലാനം ബാക്കിയുണ്ടായിരുന്നു. തോമായോട് കടം പിരിക്കാൻ വന്നിരിക്കുന്നു. കിഴവനായതുകൊണ്ട് ഇപ്പൊ തന്നെ വിട്ടിരിക്കുന്നു. കൂടെ ഇന്ന് ആരോടെ എഴുതിക്കോ. ഇങ്ങോട്ട് വേടാ. എന്തോ വാടാ മടിയില്? മീഡിയ ഇതേ പറ്റിയാ. അതല്ല ചോദിച്ചത്. കാശ് എന്തോണ്ട് കയ്യില്? ഒന്നുമില്ല. ഇങ്ങനെ മാറിയിരിക്കണം. ചതിക്കല്ലേ, കൊച്ചിന് മരുന്ന് വാങ്ങിക്കാനുള്ള 3 രൂപയാ. ചാവട്ട ശല്യം. ഞാൻ മരുന്ന് കഴിച്ചിട്ടേ നിന്റെ കൊച്ചിൻ തള്ളയൊക്കെ മരുന്ന് കഴിച്ചാ മതി. പോ.
അങ്ങോട്ട് വെക്കടാ, മാറ്റി വെക്കടാ. ഓടാ. സിഗരറ്റ് ഓടറാ. ഒരു സിഗരറ്റ് തേണ്ടി ഒരു പാക്കറ്റ് സിഗരറ്റ് ഓടറാ. അത് കുറച്ച് വിഷമോ ചേട്ടാ. എന്ത്? 1 2 ആണെങ്കിൽ തരാൻ പറ്റും. ഒരു പാക്കറ്റ് നിങ്ങളാണെങ്കിൽ കാശും തരില്ല. എന്താ പറഞ്ഞു? ഇങ്ങോട്ട് ഇറങ്ങി വേടാ, ഇങ്ങോട്ട് ഇറങ്ങി വേടാ. മാറിയിരിക്കാം, അങ്ങോട്ട് അങ്ങോട്ട് മാറിയിരിക്കടാ. അയ്യോ, ബ്ലേഡ് തോമയുടെ കാശി ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാടാ. ഇവിടെ വരാൻ, ഇങ്ങോട്ട് വരാൻ. ആശാനെ, മോഡല് പെശക, ബ്ലേഡ് തോമായ ഭയങ്കര പിക്കപ്പാ. കൊണ്ടടാ. എന്താ ഇനിയും വേണം? ഈ ബുദ്ധി നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോടാ. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയാലേ നടക്കേണ്ടത് നടക്കൂ. ശരിതാ. ആചാരെ, ചത്തുപോകും ആചാരെ, അലവരാതി. വാ ആചാരെ, എന്റെ പൊന്നാചാരെ, ഇതങ്ങോട്ട് കുടി കലക്കി ഡബിൾ റേറ്റ്. ഏതല്ലേ? എന്തോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ജല്ലപുര എങ്ങനെയുണ്ട്? ജല്ലപുര തീരെ കുറവില്ല. ഇതവന് കൊടുത്തരാം. വേണ്ടാന്ന് പറഞ്ഞ ആശുപത്രി വന്ന് ചവിട്ടുമെന്ന് അവനോട് പറഞ്ഞുതരാം കേട്ടാ. ചെല്ല്, നിനക്കോടാ. അവനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുടിച്ചിട്ട് ടാക്സി ഓടിക്കരുതെന്ന്. കുടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നവനെ ഒക്കെ ചവിട്ടണം. വാസു കുടിക്കും, വാസു പട്ടാളമാ. ഇവനൊക്കെ സിവിളാ, വേറെ സിവിള്.
നീ പേടിച്ചു പോയോ? ഇല്ല. പിന്നെ കുത്താൻ വരുന്ന പശുവിനെ പോലെ തിരിഞ്ഞതോ? വെറുതെ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. ഞാൻ പിന്നെ വായി വരുന്നൊക്കെ പറയും, വഴക്കാവും. നീ ഭയന്നു പോയോന്നാണ് വാസുവിന്റെ ചോദ്യം. തുണി മാറുന്ന സ്ഥലത്തേക്ക് ആണുങ്ങൾ കുനിഞ്ഞു നോക്കിയാ പിന്നെ ഞെട്ടിപ്പോകാതിരിക്കും. ആണുങ്ങളോ? അതിനിവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആണല്ലെന്നാണോ പറയുന്നത്? അതല്ല വാസുവിന്റെ ചോദ്യം. ഞാൻ ഒഴികെ മറ്റൊരുത്തരെ ഇവിടെ വരാനില്ലെങ്കിൽ പിന്നെ നീ എന്തിനു ഭയന്നു? അതോ വേണ്ടാത്ത പറഞ്ഞ എനിക്ക് പിടിക്കൂല കേട്ടോ. ഭാര്യയും ഭർത്താവും സ്വന്തമാണല്ലോ എന്ന് കരുതി പെരുവഴി വെച്ചാണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണല്ലേ, വിശ്വസിക്കാൻ കൊള്ളൂല. വാസു വെറും ഡ്രൈവറാ. ആള് വേറെ ആരെങ്കിലും എന്നാ നിന്റെ അന്ത്യം നോക്കിക്കോ. നീ എന്താണ് പഠിച്ചത്? ഒരു സിംഹത്തിനെ മുയൽ തോൽപ്പിച്ച കഥ. അതെ ശരി. ഇതെന്ത് ജന്തുക്കളാ മോളെ? അയ്യേ, ഈ ചേട്ടനെ ഒന്നും അറിയില്ല. ജന്തുക്കളായത് പിന്നെ ഒരു ആണും ഒരു പെണ്ണും. ഇതാണ് അയാൾ ചീത്തിയ തമ്മി തല്ലും. അതിനാ കയ്യിലിരിക്കുന്ന വടി. ഇവളുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? ചൂല്. എപ്പോഴും വഴക്കാവര്. മുട്ടയെന്നങ്ങ് വിടുന്നില്ല. അതിനു മുമ്പ് ആണും പെണ്ണും ചൂലും വടി. എങ്ങനെ തോന്നാണ്ടിരിക്കും? വന്ന് ഊണ് കഴിക്കാൻ പറ. ചേട്ടാ, വന്ന് ഊണ് കഴിക്കാൻ. നീ അറിയോ എന്നെ ഒന്ന് ക്ഷണിക്കാൻ? അങ്ങനെ പിള്ളേരെ വിട്ട് വരുത്തനെ വിളിക്കുന്ന പോലെ വിളിച്ചാ അത് വന്ന് നിന്നാൻ വാസുവിനെ കിട്ടൂല. ഈ വാസുവിടെ അന്യനാണോ എന്നാണ് ചോദ്യം. ചേച്ചി, എന്നെ വഴക്ക് പറയുക. വന്ന് ഊണ് കഴിക്കണം. എനിക്കൊന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. ഇന്നെന്താടി വിശേഷം? എന്ത് വിശേഷം? അല്ല, ഒരു സദ്യയുടെ വട്ടമുണ്ടല്ലോ. ഇന്ന് കൊച്ചമ്മയുടെ മോൻ വന്നതിന്റെ വിശേഷം. അങ്ങനെ നിന്റെ കൊച്ചമ്മയുടെ മോന്റെ വിശേഷത്തിന്റെ വകയൊന്നും എനിക്ക് വേണ്ട. നിന്റെ കൊച്ചമ്മയുടെ തിന്നാനേ വേറെ ആളെ നോക്കിക്കോണം. ആരുടെ ആയാലും ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ലേ. ഹോട്ടലിൽ ചോറ് കിട്ടിയാലഞ്ഞിട്ടല്ല ഇവിടുന്ന് ഉണ്ണുന്നത്. വാസു പറഞ്ഞതാ. നിന്റെ അച്ഛനല്ലേ എന്റെ അമ്മാവൻ. അങ്ങേര് മരിക്കാൻ നേരത്ത് ഞാൻ കൊടുത്ത വാക്കാ, നിന്നെ നോക്കിക്കോളാമെന്ന്. വഞ്ചി മുങ്ങി അച്ഛനും അമ്മയും മരിച്ചപ്പോ എന്നെ നോക്കിയതാ അമ്മാവന. വാസു നന്ദിയുള്ളവനാ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. നിന്നോട് ശൃംഗരിക്കാനൊന്നുമല്ല വാസു ഇവിടെ വരുന്നത്. എന്നായാലും നിന്നെ ഞാൻ കെട്ടും. നീ എന്റെ മുറപ്പെണ്ണാണേ, എന്റെ മുറപ്പെണ്ണ്. പക്ഷേ ദരിദ്ര കല്യാണത്തിനൊന്നും വാസുവിനെ കിട്ടൂല. വാസു പൊന്നുണ്ടാക്കും, പണമുണ്ടാക്കും. നിന്നെ രക്ഷിക്കാനുള്ള കെൽപ്പുണ്ടാകുമ്പോൾ വാസു വരും. വാതിലടച്ചോളാം കേട്ടാ.
വാതിലടച്ചോളാം കേട്ടോ. അല്ലെ വാതിലേ സന്ധ്യ, നീ വരാത്തത് എന്ത് സന്ധ്യ? മാടപ്രാവേവാ കള്ളും കൊണ്ടുവാ, നീ തരുന്ന കള്ള് വാ വാ. കിളിച്ചേട്ടാ, ചേട്ടൻ തമാശ കളിക്കാതെ ഓ, എത്ര നേരമായിരുന്നോ ഞാൻ നിന്നെ കാത്തി ഇരിപ്പ് ഇവിടെ ഇരിക്കുന്നു. അയ്യോ വെളുത്തമ്മേ, റിവേഴ്സല്ലേ? ഞാൻ പോവാ, അച്ഛൻ ഷാപ്പിൽ നിന്ന് വരാറായി. നീ ഇങ്ങനെ ജെർക്ക് ചെയ്താ എന്റെ സ്റ്റിയറിംഗ് ബാലൻസ് പോകുന്നു. ആ പോയിക്കോ പോയിക്കോ, ഞാനേ സെക്കൻഡ് ഷോയ്ക്ക് അതുവഴി വരും. നമ്മുടെ സ്ഥലത്ത് കാത്തിരിക്കണം കേട്ടോ. ഞാനോ എടി ഞാനോ ചേച്ചി ജോലിക്ക് പോയി ചേട്ടാ. അയ്യോ ആശാനെ നിർത്തോ നിർത്തോ, ആശാനെ നിർത്തോ, ഞാൻ വരട്ടോ, നിർത്തോ, അയ്യോ നിർത്തോ ആശാനെ. അയ്യോ എടാ നീ ബോഡിക്കകത്തല്ലായിരുന്നോ കണക്കാറ്? അതെ ആശാനെ, ഇന്നലെ ഞാൻ അകത്തായിരുന്നു. കുറെ നേരം അകത്ത് കിടന്നപ്പോ വല്ലാത്ത ചൂട്, പിന്നെ ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ അടിയിലായിരുന്നു ആശാനെ. എടാ നീ ഇന്നലെ ഗൗതമെ കണ്ടോടാ കിളി? ആശാനോട് ഈ കിളി നുണ പറയില്ല. എനിക്ക് അവളെ കാണാതെ ഉറക്കം വരില്ല ആശാനെ. അപ്പൊ നമ്മള് ദൂരെ ലോറിന് പോകാറുള്ളപ്പോഴോ? അപ്പൊന്നും ഞാൻ ഉറങ്ങാറില്ല ആശാനെ. ആശാനെ, ഞാൻ അവളെ കെട്ടുവാ ആശാനെ.